ഹായ് മഗൾസ്, ദാനി സാറാണേ. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 5ാമത്തെ പാഠം ബോയിന്റ് ഫോഴ്സ്, പ്ലവക്ഷമ ബലം. ഇത് സിമ്പിളായിട്ട് ഇതിനുള്ള എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കും. ആദ്യമേ ഞാൻ പറയാം, ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താടാ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 5ാമത്തെ പാഠത്തിൻ്റെ മെയിൻ കൺസെപ്റ്റുകൾ മൊത്തം നമ്മൾ സെറ്റാക്കും. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രിയുള്ള മാരത്തോൺ ലൈവിൽ ഫുൾ പ്രോബ്ലംസും അങ്ങോട്ട് ചെയ്യും. സെറ്റല്ലേ? സോ ആദ്യം കൺസെപ്റ്റ്, പിന്നെ പ്രോബ്ലംസ്. സോ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട്. വളരെ എളുപ്പമുള്ള ഒരു പാഠം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. നമ്മളെ പാഠത്തിൻ്റെ പേരാണ് ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. സോ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? എന്താണ് ബോയിന്റ് ഫോഴ്സ്, എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പഠിക്കണം. ഒരാളെ നമ്മൾ വെള്ളത്തിലിട്ട് നീരിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ്, ഒരു ദ്രാവകത്തിലിട്ട് നീരിക്കുക. എടാ സിമ്പിളായിട്ട് മനസ്സിലാക്കടാ, ഈ ഫ്ലൂയിഡ്, ഈ ദ്രാവകം, ഈ വെള്ളം, ഇതിന് മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കും. ഈ ബലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. വല്ല എതിരഭിപ്രായം ഉണ്ടോ? സാർ ഒരു എതിരഭിപ്രായവും ഇല്ല. സാർ അടുത്ത ക്വസ്റ്റ്യൻ, ഇതുകൊണ്ട് എന്താ ഗുണം? ഈ വെള്ളം മുകളിലോട്ട് തള്ളിത്തരുന്നത് കൊണ്ട് നിങ്ങൾ ഒരാളെ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വെയിറ്റ് ലെസ്നെസ് അനുഭവപ്പെടും, അയാൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടും. സോ വെള്ളത്തിലിട്ടാൽ നിങ്ങളുടെ വെയിറ്റ് കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നും. അതാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കല്ലൊക്കെ പൊക്കാൻ ഭയങ്കര സുഖമായിട്ട് നിൽക്കുന്നത്. സോ വെള്ളത്തിലിട്ടാൽ വെയിറ്റ് കുറയാൻ കാരണം ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. സാർ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ബോയിന്റ് ഫോഴ്സ് എങ്ങനെ നമുക്ക് അളക്കുക? ഇത് കാണാൻ സിമ്പിളാടാ. ഒരാളുടെ എയറിലുള്ള വെയിറ്റും വെള്ളത്തിലുള്ള വെയിറ്റും കാണുക. നമുക്കറിയാം വെള്ളത്തിൽ എന്തായാലും വെയിറ്റ് കുറയൂലേ. സോ എയറിലുള്ള വെയിറ്റിൽ നിന്ന് വെള്ളത്തിലുള്ള വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബോയിന്റ് ഫോഴ്സ് കിട്ടും. സോ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. വായുവിലെ ഭാരം കുറയ്ക്കണം ജലത്തിലെ ഭാരം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? എത്ര വെയിറ്റ് ആണ് അയാൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് കിട്ടും. അതായിരിക്കും അയാളുടെ ബോയൻസി. സിമ്പിൾ അല്ലേ? സാർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത് ഇവിടെ എന്താ ചോദിക്കുക? ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ബോയിന്റ് ഫോഴ്സ്. ഈ പ്ലവക്ഷമ ബലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഈ ബോയിന്റ് ഫോഴ്സ്, ഈ തള്ള് എപ്പോഴാണ് കൂടുക, എപ്പോഴാണ് കുറയാൻ? ഈ ബോയിന്റ് ഫോഴ്സ് രണ്ട് കാര്യങ്ങളെയാണ് ആശ്രയിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവത്തിൻ്റെ സാന്ദ്രത. മാഷ അങ്ങനെ പറഞ്ഞാൽ എന്താ? സിമ്പിളാടാ. നിങ്ങൾ ആദ്യം എന്ത് പഠിക്കണം എന്നറിയോ? നടുവിലുള്ള ആളാണ് വെള്ളം. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എപ്പോഴും 1000 ആണ്. വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ ആളാണ് ഒന്ന് ഉപ്പ് വെള്ളം, സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി, അതേപോലെ ഗ്ലിസറിൻ. ഗ്ലിസറിനും ഡെൻസിറ്റി കൂടുതലാണ്. ഈ ഡെൻസിറ്റി കൂടുമ്പോൾ, സാന്ദ്രത കൂടുമ്പോൾ ബോയൻസി അല്ലെങ്കിൽ തള്ളങ്ങട് കൂടും. സോ ഡെൻസിറ്റി കൂടിയാൽ, സാന്ദ്രത കൂടിയാൽ ബോയൻസി കൂടും. ഇതിന് അഭിപ്രായമൊന്നുമില്ലല്ലോ. സോ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുന്നു. രണ്ടാമത്തെ ഒരാളാണ് സുഹൃത്തുക്കളെ ഡെൻസിറ്റി കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പഠിക്കണമല്ലോ. ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ ആരൊക്കെ? വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ ആളാണ് ഒന്ന് നമ്മുടെ മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ. ഈ ആൾക്കാർക്കൊക്കെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറവാണ്. ഡെൻസിറ്റി കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് കുറയടാ? ബോയൻസി കുറയും. ഇതാണ് കപ്പൽ കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ. കപ്പൽ കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് കടക്കുക എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, കടൽ വെള്ളത്തിൽ ഡെൻസിറ്റി കൂടുതലാണ്, അപ്പോൾ തള്ളു കൂടുതലായിരിക്കും. ശുദ്ധജലത്തിലേക്ക് വരുമ്പോൾ ഡെൻസിറ്റി കുറവാണ്, തള്ളു കുറവായിരിക്കും, അപ്പോൾ കപ്പൽ കുറച്ചങ്ങോട്ട് താഴും. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ സംഭവങ്ങൾ. സോ ഗൈസ്, ഇവിടെ നമ്മൾ എക്സാമിന് വയ്ക്കുന്ന രണ്ടാമത്തെ ചോദ്യം, ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ബോയിന്റ് ഫോഴ്സ്. ഈ ബോയിന്റ് ഫോഴ്സിനെ പ്ലവക്ഷമ ബലത്തിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകം ഏതാണ്? അതാണ് വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ്. നിങ്ങൾ ഇടുന്ന വസ്തുവിൻ്റെ വ്യാപ്തം. നിങ്ങൾ ഇടുന്ന ആൾ ചെറിയ വോളിയാണെങ്കിൽ ബോയൻസി കുറവായിരിക്കും. നിങ്ങൾ ഇടുന്ന ആൾ വലിയ ആളാണെങ്കിൽ അയാൾക്ക് ബോയൻസി കൂടുതലായിരിക്കും. സോ വോളിയം കൂടുന്ന സമയത്ത്, വ്യാപ്തം കൂടുന്ന സമയത്ത് ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൂടും. സിമ്പിൾ അല്ലേ? എളുപ്പം, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഗൈസ്, സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. നമ്മൾ അടുത്ത ഹെഡിങ് എടുക്കാൻ പോവാണ്. ഈ പാഠത്തിൽ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പം നമ്മൾ ഇതുവരെ എന്താ പഠിച്ചേ? ഒരാളെ വെള്ളത്തിലിടുകയാണെങ്കിൽ വെള്ളം അതിന് മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കും, ഒരു ബലം കൊടുക്കും. അതിനെ നമ്മൾ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കും. അത് കണ്ടെത്താനുള്ള ഒരു മാർഗവും നമ്മൾ പഠിച്ച്, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. വായുവിലെ ഭാരത്തിൽ നിന്ന് ജലത്തിലെ ഭാരം കുറച്ചാൽ മതി. അപ്പം ചിലക്കാരെ ചിന്തിക്കും ഇതല്ലാണ്ട് വേറെ വല്ല മാർഗമുണ്ടോ? അപ്പോഴാണ് നമ്മൾ ആർക്കിമിഡീസ് ചേട്ടൻ വരുന്നത്. ആർക്കിമിഡീസ് ചേട്ടൻ നേരെ ഒരു ഹൗസ്ഫുള്ളായിട്ട് കിടക്കുന്ന പാത്രത്തിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടി, മൂപ്പർ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഹൗസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പാത്രത്തിലുള്ള വെള്ളം എന്തായാലും കുറച്ച് വെള്ളം എന്തെങ്കിലും ഗെറ്റ് ഔട്ട് ആവും. എപ്പോഴും മനസ്സിലാക്കണം, ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അയാളുടെ അത്രയും സ്ഥലം, അയാൾ എത്ര ഭാഗമാണോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് അത്രയും ഭാഗം വെള്ളത്തിന് അയാൾ ഗെറ്റ് ഔട്ട് അടിക്കും. എക്സാമിന് ഗെറ്റ് ഔട്ട് അടിക്കുക എന്നൊക്കെ പറയാൻ പറ്റുമോ? പുറത്തോട്ട് തള്ളും, കവിഞ്ഞൊഴുകും, ആദേശം ചെയ്യപ്പെടും, ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. സോ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബോയൻസി കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഗെറ്റ് ഔട്ട് അടിച്ച, ആ പുറത്തോട്ട് പോയ, ആ കവിഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ വെയിറ്റ് കണ്ടെത്തിയാൽ മതി. സോ ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് വാട്ടർ. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ
ആദേശം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കവിഞ്ഞൊഴുകിയപ്പെട്ട ഒഴുകിയ ദ്രാവകത്തിൻ്റെ ഭാരമായിരിക്കും. സിമ്പിൾ അല്ലേ? അത്ര ഉള്ളൂടാ. ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ച് വെള്ളം പുറത്തോട്ട് കൊള്ളും, ആ പുറത്തിറങ്ങിയ വെള്ളത്തിൻ്റെ വെയിറ്റ് കണ്ടെത്തിയ ബോയൻസി കാണും. വാവ്, സിമ്പിൾ ഹമ്പിൾ നിസ്സാരം. എന്ത് എളുപ്പം ഈ പാഠം. സാർ ഈ പാഠത്തിൽ അടുത്ത ഹെഡിങ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവനതത്വം. എടാ അത് ആകെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്, ഈ ഏതൊരാൾക്കും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. അത് ടിൻറ്റുമോൻ ആയിക്കോട്ടെ, ദുണ്ടുമോളായിക്കോട്ടെ, കപ്പലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരാൾക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്ലവനം എന്ന് വിളിക്കുക, ഫ്ലോട്ടേഷൻ. നിങ്ങൾക്ക് വെള്ളത്തിൽ പൊങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെയിറ്റ് ഉണ്ടാവൂലേ? ആഹാ, നിങ്ങളുടെ വെയിറ്റിൻ്റെ അത്രയ്ക്കും വെയിറ്റ് ഉള്ള വെള്ളത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്തോട്ട് തള്ളണം, ഗെറ്റ് ഔട്ട് അടിക്കണം. സോ ഈ പോയിന്റ് മക്കൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആർക്കും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റും, നല്ലോണം നോക്കണേ, നിങ്ങളുടെ വെയിറ്റും പുറത്തോട്ട് തള്ളിയ വെള്ളത്തിൻ്റെ വെയിറ്റും സെയിം ആയിരിക്കണം. ഡെൻസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് വാട്ടർ. സോറേ, കപ്പൽ വെള്ളത്തിൽ പൊങ്ങിയെടുക്കാൻ കാരണം എന്താ? എടാ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിയെടുക്കാൻ കാരണം, ആര് വെള്ളത്തിൽ പൊങ്ങിയെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ മക്കൾ പറയണം, അയാളുടെ വെയിറ്റ്, അയാളുടെ ഭാരവും അയാൾ പുറത്തോട്ട് തള്ളിയ വെള്ളത്തിൻ്റെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ആർക്കും വെള്ളത്തിൽ പൊങ്ങിയെടുക്കാനുള്ള കണ്ടീഷൻ എന്താ? നിങ്ങളുടെ വെയിറ്റും നിങ്ങൾ ഗെറ്റ് ഔട്ട് അടിച്ച വെള്ളത്തിൻ്റെ വെയിറ്റും സെയിം ആയിരിക്കണം. അത്രേ ഉള്ളൂ. സിമ്പിൾ ഹമ്പിൾ നിസ്സാരം. സാർ അടുത്ത ദിവസം എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത. എളുപ്പമാടാ. എടാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡെൻസിറ്റി എപ്പോഴും കമ്പയർ ചെയ്യുക വെള്ളത്തിനുമായിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ ഡെൻസിറ്റി, ഫോർ എക്സാമ്പിൾ തേനോ പെട്രോളോ ഡീസലോ ആരും ആയിക്കോട്ടെ, ഒരാളുടെ സാന്ദ്രത, വെള്ളത്തിൻ്റെ സാന്ദ്രത ഡെൻസിറ്റി ഓഫ് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മാർക്ക് അയൽവാസിൻ്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന മാതിരി ആരുടെങ്കിലും ഒരാളുടെ ഡെൻസിറ്റി, അയ്യേ എനിക്ക് വെള്ളത്തിനേക്കാൾ കൂടുതലാട്ടോ, വെള്ളത്തിനേക്കാൾ കുറവാട്ടോ. സോ ഒരാളുടെ ഡെൻസിറ്റി, സാന്ദ്രത നമ്മൾ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത. സാറേ ഈ റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. വെള്ളത്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചാൽ വളരെ 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 എളുപ്പമായിരിക്കും. ഇനി ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള ഹെഡിങ്ങിനുള്ളിൽ തന്നെ നിങ്ങൾ രണ്ട് സബ് ഹെഡിങ് ഉണ്ട്. അതിലൊന്നാണ് ലാക്ടോമീറ്റർ, പിന്നെ ഒന്നാണ് ഹൈഡ്രോമീറ്റർ. നമുക്ക് ആദ്യം നോക്കാം ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത കണക്കാക്കാനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഈ ഹൈഡ്രോമീറ്ററിൻ്റെ നടുവിലുള്ള റീഡിങ് ഒന്നായിരിക്കും. ഇതോടെ നടുവിലുള്ള റീഡിങ് ഒന്നായിരിക്കും. ഈ ഒന്നിൻ്റെ മുകളിൽ തൽക്കാലം ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇതൊന്നാണെന്ന് വിചാരിക്കുക. ഈ ഒന്നിൻ്റെ മുകളിൽ ചെറിയ നമ്പർ ആയിരിക്കും, 0.9 അല്ലെങ്കിൽ 0.8. ഒന്നിൻ്റെ മുകളിൽ, സാധാരണ മുകളിലേക്ക് പോകുമ്പോൾ കൂടുതലല്ല ചെയ്യുക, ഹൈഡ്രോമീറ്ററിൽ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് നിന്റെ മക്കൾ മനസ്സിലാക്കണം. ഒന്നാണ് നടുവിലുണ്ടാവുക, ഒന്നിൻ്റെ മുകളിലേക്ക് ചെറിയ നമ്പർ, ഒന്നിൻ്റെ താഴേക്ക് വലിയ വലിയ നമ്പറും ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങളുടെ എക്സാമിന് വയ്ക്കും ഹൈഡ്രോമീറ്റർ വെള്ളത്തിലിട്ട റീഡിങ് എത്ര ആയിരിക്കും എന്ന്. എടാ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത കാണിച്ചിരുന്ന ഒരു ഉപകരണമല്ലേ. വെള്ളത്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്ര? 1. സോ ഹൈഡ്രോമീറ്റർ വെള്ളത്തിലിട്ടാൽ അതിൻ്റെ റീഡിങ് 1 ആയിരിക്കും. അതിൻ്റെ റീഡിങ് എത്ര ആയിരിക്കും? എടാ 1 ആയിരിക്കും. ഇനി അടുത്തത് പാല് അഥവാ മിൽക്ക്. പാലിൻ്റെ ശുദ്ധത, പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അളക്കുന്ന ഒരു ഉപകരണമാണ് ലാക്ടോമീറ്റർ. ആക്ച്വലി ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. അത് രണ്ടും ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താൽ വർക്ക് ചെയ്യുക? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. സോ ഇതാണ് നമ്മളെ ഈ പാഠം. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. സിമ്പിൾ അല്ലേ? വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏതൊരു വസ്തുവിനെയും വെള്ളത്തിലിട്ടാൽ വെള്ളം മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കും. അതിന് നമ്മൾ ബോയിൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയും. സിമ്പിൾ, എളുപ്പം, നിസാരം, വളരെ വളരെ എളുപ്പം. സോ ഈ പാഠം നന്നായിട്ട് പഠിക്കുക. ഈ പാഠവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഇന്ന് രാത്രിയുള്ള മെഗാ മാരത്തോൺ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് രാത്രിയുള്ള ലൈവ് ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഈ പാഠങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ പാഠം പഠിച്ചെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും ക്ലാസ്സിനുള്ള അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനത് ഏറ്റവും ചുരുക്കിയാണ് പറഞ്ഞത്. നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. ഫിസിക്സ് ആശയങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? സോ ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലാവാത്തെങ്കിൽ ബാക്ക് അടിക്കുക, ഒന്നും കൂടി കാണാം. സീ യു ഇൻ ദി ലൈവ്. ഓക്കെ, രാത്രിയുള്ള ലൈവിൽ കാണാം. ബൈ.